ഹായ് ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഇന്നൊരു വീഡിയോ കാണുന്നത് അല്ലേ. എന്ന് പറയുന്നത് നമ്മൾ ഷോർട്സ് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ടെങ്കിലും കുറേ കാലമായി, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 2 months അടുത്തായി നമ്മളൊരു ലെങ്തി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ലെങ്തായിട്ടുള്ള ഒരു വീഡിയോ അല്ല, നമ്മളെവിടെ യാത്ര ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് ഏകദേശം 2 മാസത്തോളം ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, കുറച്ച് തിരക്കും കാര്യങ്ങളും, പിന്നെ സ്കൂൾ എഡ്യൂക്കേഷനും ജോബും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒന്ന് സ്റ്റക്കായിപ്പോയി പലയിടത്തും. അപ്പം അതെന്നെല്ലാം നമുക്കൊരു റിട്രീവൽ ചെയ്യുന്ന പോലത്തെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇന്ന് നിങ്ങളിപ്പോൾ തംബ്നെയിൽ കണ്ടതുപോലെ ഞങ്ങളൊരു ഫാമിലി ഫുള്ളായിട്ട് ഞങ്ങൾ നോക്ക് ചർച്ചിൽ പോവാണ്. അപ്പോൾ ഇതിനു മുമ്പും നമ്മൾ നോക്ക് ചർച്ചിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ മാത്രമുള്ളായിരുന്നു. എന്ന് പറയാൻ ഞാനും വൈഫും കൊച്ചും മാത്രമുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ മാത്രമായിട്ടുള്ള ട്രാവൽ വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ വീണ്ടും നോക്ക് പള്ളി കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലിയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സുമായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഫാമിലിയായിട്ട് ഒരു അടിപൊളി ട്രിപ്പായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റെഡിയായി ഞാൻ ഇവിടെ വന്നു. നേരത്തെ ഒരു ഇൻട്രോ നമുക്ക് ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കാം, കാരണം നമ്മൾ വീട്ടിൽ നിന്നുള്ള ഒരു ഇൻട്രോ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം നേരത്തെ വീട്ടിൽ നിന്ന് തന്നെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇൻട്രോ എടുക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു. എന്തായാലും ഇപ്പം സമയം ഏകദേശം 7:45. ഞങ്ങൾ ഇവിടുന്ന് 8:30 പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഫുഡെല്ലാം കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം എല്ലാവരും ഇറങ്ങാൻ. അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഒരു ചുറ്റളവിലുള്ള ഫ്രണ്ട്സ് തന്നെയാണ് ശരിക്കും എല്ലാവരും പോകുന്നത്. പിന്നെ നമ്മൾ പറയുമല്ലോ, എന്തിനൊരു തുടക്കം നമുക്ക് ദൈവത്തിൽ നിന്നാവണം. അപ്പോൾ ഒരു നല്ല വർഷമാണ് ഇതാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്നെപ്പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വർഷം ഒരു അടിപൊളി കിടുക്കാച്ചി വർഷം ആവട്ടെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ യാത്ര വീഡിയോസ് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തൊന്നും ആയിരിക്കട്ടെ. അപ്പോൾ നോക്ക് ഷൈൻ എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് കേട്ടിട്ടുണ്ടാവും, എങ്കിലും കേൾക്കാത്ത പലരും ഉണ്ടാവും. അപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളിയാണ് അയർലാൻഡിൽ. അപ്പം എവിടെയാണെന്ന് വെച്ചാൽ മായോ എന്ന് പറയുന്ന ഒരു കൗണ്ടിയിലാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടാവും. പിന്നെ നമ്മൾ കുറച്ചൊരു ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കാരണം നമ്മൾ അന്ന് ഓൾറെഡി നമ്മൾ യാത്ര ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന വീഡിയോസ് ഈ പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്യുന്നില്ല, കാരണം അത് റിപ്പീറ്റഡ് ആയി പോലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പം യാത്ര ചെയ്യുന്ന വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നമ്മൾ ടോപ്പിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്കത് വാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങൾ ഇൻഡിവിജ്വൽ ഫാമിലി ആയിട്ട് പോയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇന്നത്തെ യാത്ര ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഉണ്ടാവുക. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺസ് കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ വർഷത്തിൽ നമ്മൾ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഫോളോ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പം നല്ല നല്ല വീഡിയോസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ നമുക്ക് നോക്ക് ചർച്ചിലേക്കുള്ള യാത്ര തുടങ്ങാം. നമ്മളെല്ലാം സെറ്റായി റെഡി ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ വീട് നമ്മൾ ലോക്ക് ചെയ്തു, നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. നമുക്ക് നോക്ക് പള്ളിയിലോട്ടുള്ള ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ജസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങുന്നേ ഉള്ളൂ. ഇറങ്ങി നമ്മൾ നമ്മുടെ കാർ പാർക്കിങ്ങിൽ പോയിട്ട് കാർ എടുത്ത് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പം നമുക്ക് ഇനി നോക്ക് പള്ളി വെച്ച് നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് കാണാം. സ്റ്റേ ട്യൂൺ. അങ്ങനെ കുറേ കാലത്തിന് ശേഷമുള്ള യാത്രയാണ്. എന്തായാലും അടിപൊളി യാത്രയാണ്. ഞങ്ങൾ 3 ഫാമിലിയാണ് ഇവിടുന്ന് യാത്ര ചെയ്യുന്നത് നോക്ക് ഷൈനിലോട്ട്. ഇന്ന് അവിടെ ഒരു സ്പെഷ്യൽ ഡേയും കൂടെയാണ്. നമുക്ക് അവിടെ മലയാളം മാസം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ കുറേ ആയിട്ട് ഞങ്ങൾ റീസെൻ്റ്ലി പുതിയ അപ്പാർട്ട്മെൻറ്റ് മാറിയതിന് ശേഷമുള്ള ആദ്യത്തെ ട്രാവലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓർത്ത് നമ്മളൊരു ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യുമ്പം ആദ്യം എപ്പോഴും ഈശോയുടെ അടുത്ത് പോയിട്ട് തുടങ്ങാമല്ലോ എന്നുള്ള ഇതിൽ ഞങ്ങളെല്ലാവരും കൂടെ ഫസ്റ്റ് പ്ലാൻ ദൈവത്തിൻ്റെ അടുത്ത് പോയി അനുഗ്രഹം മേടിച്ച് പിന്നീടുള്ള യാത്രകൾ വരും ദിവസങ്ങളിലുണ്ടാവും. ശരിക്കും ഞങ്ങളുടെ പഴയ ഇടവയിലെ അച്ഛനായിരുന്നു ജിൽസൺ എന്ന് പറയുക. ജിൽസൺ അച്ഛൻ്റെയാണ് ഇന്ന് കുർബാന ഇല്ലുന്നത്. ശരിക്കും നോക്ക് പള്ളിയിൽ ജിൽസൺ അച്ഛനാണ് കുർബാന ഇല്ലുന്നത്. അപ്പോൾ അതും കൂടെ ഒരു സ്പെഷ്യൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പറ്റുവാണെങ്കിൽ, അച്ഛൻ തിരക്കല്ലെങ്കിൽ നമുക്ക് അച്ഛനെയും കൂടെ ഒന്ന് കാണാൻ പറ്റിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം തിരക്കായിരിക്കുമെന്ന് അറിയില്ല, കാരണം ഇത് ഭയങ്കര ഇതാണ്, സെലിബ്രേഷനാണ് അവിടെ. ഇഷ്ടംപോലെ മലയാളികൾ വരുന്ന ദിവസമാണ് ഇന്ന്.
പിന്നെ അതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വരുന്നതാണ്. നമ്മൾ ലോക്കിൻ്റെ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ലോക്കിൻ്റെ വീഡിയോ അന്ന് പള്ളി പോയതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പള്ളിയിലും കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ച് കാണിക്കുന്നുള്ളായിരിക്കും. നമ്മൾ വേറെ എന്തെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിലെ വിശേഷങ്ങളായിരിക്കും കൂടുതൽ കാണിക്കുക. കാരണം നമ്മൾ ലോക്ക് പള്ളിയിൽ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ലോക്ക് പള്ളി കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കയറി കൂടെ അതുകൂടെ ഒന്ന് കണ്ടാരെ. നമ്മൾ കൗണ്ടി മെയ്ത്ത് എത്തിയിരിക്കുകയാണ്. കൗണ്ടി മെയ്ത്താണ്. അപ്പോൾ നമ്മൾ 2-3 കൗണ്ടി നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ. ഓരോ കൗണ്ടികൾ നമ്മൾ മാറി മാറിയാണ് വരിക. അപ്പം ഇപ്പം മെയ്ത്തെത്തി. അങ്ങനെ മെയ്ത്തിലെ വിശേഷങ്ങളാണ്, കാഴ്ചകളാണ് നിങ്ങൾ ഇനി കാണുന്നത്. ഞങ്ങൾ ശരിക്കും ഡബ്ലിനിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ 7 ഡിഗ്രിയാണ്. നമ്മൾ ഇങ്ങോട്ട് കൗണ്ടി മാറി മാറി വന്നിട്ട് തന്നെ 4 ഡിഗ്രി. അതുപോലെ തന്നെ ഇഷ്ടംപോലെ കോടമഞ്ഞുമാണ്. നല്ല കോടമഞ്ഞ് അറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുള്ളൻകര എന്ന് പറയുന്ന സ്ഥലത്താണ്. മുള്ളൻകര എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ശരിക്കും നിങ്ങൾ ഈ കൗണ്ടിയിലെന്ന് പറയുന്നത് നമ്മൾ പകൽ യാത്രയാണ് കേട്ടോ. പകൽ യാത്ര നല്ല എന്താ പറയുക, അതിമനോഹരമാണ് നമ്മുടെ കൗണ്ടി ഭാഗങ്ങളെല്ലാം. എസ്പെഷ്യലി നമ്മൾ ഡബ്ലിനിൽ സിറ്റി എന്ന് വിട്ടിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീം ഡിഫറെൻറ്റ് ലെവലാണ്. നമുക്ക് കൗണ്ടികളിലോട്ട് പോകുമ്പോൾ തോറും നമുക്ക് കംപ്ലീറ്റ്ലി എന്താ പറയുക, വേറൊരു ലൈഫ് സ്റ്റൈലിലോട്ട് പോയ രീതിയാണ് നമുക്ക് തോന്നുന്നത്. കാരണം തിരക്കുകളില്ല, പിന്നെ കംപ്ലീറ്റ്ലി നേച്ചർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് എവിടെ നോക്കിയാലും ഭയങ്കര പ്രകൃതി ഭംഗിയും കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് കുറേ കോടമങ്ങി, ഇന്നിപ്പം ഞാൻ പറഞ്ഞ പോലെ തണുപ്പും കാര്യങ്ങളെല്ലാം വേണ്ട അത്യാവശ്യം കോടയും കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ടോ ട്രാക്ടർ പോയത്, ഇത് ഇവിടുത്തെ വലിയ ട്രാക്ടറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ കൗണ്ടി സൈഡിലോട്ട് വന്നാൽ. പക്ഷെ അതേപോലെ തന്നെ നല്ല വ്യൂവും കാര്യങ്ങളാണ്. അപ്പം നല്ല രസമാണ്. കാരണം എവിടെ നോക്കിയാൽ കുറേ കൃഷിയുണ്ട്. നമുക്ക് കുറേ ആട്, പോത്ത്, അങ്ങനെ പല ജീവികൾ കാണാം. പല മൃഗങ്ങളും കാണാൻ പറ്റും പല രീതിയിലായിട്ട്. പിന്നെ റോഡെല്ലായാലും നല്ല അടിപൊളി റോഡാണ്. നമുക്ക് എവിടെയും നമ്മുടെ നാട്ടിലെ പോലെ കട്ട് റോഡും കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി സ്മൂത്തായിട്ടുള്ള റോഡാണ്. ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ്, നമ്മൾ കണ്ട ഒരു പ്രത്യേകതയാണ്. കാരണം എല്ലാം സ്ട്രെയിറ്റ് റോഡാണ്, കംപ്ലീറ്റ്ലി സ്ട്രെയിറ്റ് റോഡാണ്. പക്ഷേ കയറ്റവും ഇറക്കമായിട്ടുള്ള കംപ്ലീറ്റ് ഒരു സ്ട്രെയിറ്റ് റോഡാണ് വരുന്നത്. നല്ല വ്യൂ ആട്ടോ, 2 സൈഡിലും നല്ല നല്ല കാഴ്ചകളാണ്. അപ്പോൾ കുറേ അടുത്ത് ചെമ്മരിയാടുകളെ കാണാൻ പറ്റി. ഇവിടെയുണ്ട് ചെമ്മരിയാടുകൾ. അങ്ങ് ദൂരെ മാറിയിട്ട് ചെമ്മരിയാടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അടിപൊളിയാണ്, നല്ല വ്യൂ ആണ്. നമ്മൾ ഈ കൗണ്ടി സൈഡിലോട്ടെല്ലാം വരുമ്പം ട്രാഫിക് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒഴുകിയ സ്ഥലത്തിലോട്ടാകുമ്പം നല്ല വ്യൂവും കാര്യങ്ങളും എല്ലാം ആയിട്ടാണ്. അവിടെ കുറേ ചെമ്മരിയാടുകളുണ്ട്. പിന്നെ തിരക്ക് കുറവാണ്. പിന്നെ വീടുകളായി അങ്ങനെ. പിന്നെ നമുക്ക് കുറേ ഇടങ്ങൾ ഫോറസ്റ്റ് ഏരിയ ആണ്. ഇത് കൂടുതലും ഫോറസ്റ്റ് ഏരിയ ആണ്. നമ്മൾ കൂടുതലും കുറേ ഫോറസ്റ്റ് ഏരിയകൾ കവർ ചെയ്തു ഓൾറെഡി. പിന്നെ വരുന്നിടത്ത് നമുക്കിങ്ങനെ വീടുകൾ കാണാം. കുറേ വിട്ടുള്ള വീടുകളും കുറേ ഏക്കറിൻ്റെ ഇടയിലൊരു വീടുകളും അങ്ങനെ. പൊതുവെ കൗണ്ടികളിലോട്ടെല്ലാം വരുമ്പം നമുക്ക് എന്താ കൃഷിയും കാര്യങ്ങളെല്ലാം നമുക്ക് കൂടുതലും കാണാൻ പറ്റും കൗണ്ടികളുടെ സൈഡിലോട്ട് നമുക്ക് വരുമ്പോൾ. പക്ഷെ നല്ല വ്യൂ ആട്ടോ. നമുക്ക് ഫോട്ടോ എല്ലാം എടുക്കാനെല്ലാം ആയിട്ട് പറ്റുന്ന സ്ഥലങ്ങളാണ്. നമുക്ക് കുറേ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്ത് പൊളിക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ. ഞങ്ങളിവിടെ കുറേ ചെമ്മരിയാടുകളെ കണ്ടിട്ടാണ് വണ്ടി നിർത്തിയ. ചെമ്മരിയാടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൃത്യമുള്ള പേര് എനിക്കറിയില്ല. എന്തായാലും അതുപോലത്തെ സംഭവമാണ് ആട്. അപ്പം ഇവിടെ എല്ലാത്തിനും മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെല്ലാം വളർത്തുന്നതായതുകൊണ്ടായിരിക്കുന്നു ഇതിനെല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമുക്കിങ്ങനെ കാണാൻ പറ്റി, ഇങ്ങനെ ഭയങ്കര അത്ഭുതമായി. അപ്പോൾ ഇത് നിക്സൺ, നമുക്ക് എല്ലാവരും പരിചയപ്പെടാം. നിത്യ, ഇത് നിക്സൻ്റെ അമ്മയാണ്. നമ്മുടെ വണ്ടിയുണ്ട്, നിക്സൻ്റെ വണ്ടിയും പുറകിലുണ്ട്. അപ്പോൾ ജോക്കുട്ടൻ വണ്ടി കിടന്ന് ഉറങ്ങുകയാണ്. നിക്സൻ്റെ വൈഫും ഒരു കുഞ്ഞു വാവയും പിന്നെ ഒരു കൊച്ചും കൂടെയുണ്ട്. അപ്പം അവരും വണ്ടിയിലുണ്ട്. കാരണം നല്ല തണുപ്പാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ ഇതിനെ കണ്ട് വണ്ടി നിർത്തിയോണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഒരു വീഡിയോ എടുത്താണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം. നല്ലൊരു കൗണ്ടി സൈഡാണിത്. അപ്പോൾ എവിടെ കൗണ്ടി എന്നുള്ള ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും നല്ല അടിപൊളിയാണ്. നല്ല വീടുകളാണ് ഇവിടെ എല്ലാം. സെപ്പറേറ്റ് വീടുകളാണ്. പലതിനും പല കാര്യങ്ങളുണ്ട്. നമുക്ക് സെപ്പറേറ്റ് വീട്, ഡിറ്റാച്ച്ഡ് വീട്, അങ്ങനെ പല പേരിൽ നമ്മൾക്ക് ഇവിടുത്തെ വീടുകൾ അറിയപ്പെടും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഇച്ചിരി ദൂരെയായിട്ട് ഞങ്ങൾക്ക് നല്ല വ്യൂ ആട്ടോ. നല്ല വ്യൂവും കാര്യങ്ങളുമാണ് ഞങ്ങൾക്ക് 2 സൈഡിലും. പിന്നെ ഇവിടെ എനിക്ക് വന്നൊരു പള്ളി ഉണ്ടെന്ന് തോന്നുന്നു. ഈശോയുടെ ഒരു കാര്യങ്ങളെല്ലാം അവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. മേ ബി ഇത് സറൗണ്ടിങ്സ് എവിടെയെങ്കിലും ഒരു പള്ളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് എല്ലാവരും ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെടാം. അപ്പം ഞങ്ങൾ പള്ളി എത്തി. എന്തായാലും എന്തെങ്കിലും കഴിച്ചിട്ട് കയറണമല്ലോ, കാരണം പിള്ളേരെല്ലാം ഉണ്ട്. അപ്പോൾ പിള്ളേർക്കെല്ലാം വിശന്ന് തുടങ്ങി. നമുക്ക് ഏകദേശം 3 മണിക്കൂറിനടുത്ത് യാത്ര ഉണ്ട്. 3 അല്ല, 2.5 മണിക്കൂറിനടുത്ത് യാത്ര ഉണ്ട്. ഏകദേശം 218 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഡബ്ലിനിൽ നിന്ന് നമുക്ക് പള്ളി വരെ, നോക്ക് പള്ളി വരെ. അപ്പോൾ എല്ലാവരും കാപ്പി കുടിക്കുകയാണ്. കാപ്പിയെല്ലാം കുടിച്ചിട്ട് നമുക്ക് മെല്ലെ പള്ളിയിലോട്ട് മൂവ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഞങ്ങളെല്ലാവരും.
അങ്ങനെ ഞങ്ങളെല്ലാവരും പള്ളിയിലോട്ട് നടക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഫാമിലി ബാക്കിയെല്ലാം മുമ്പിലുണ്ട്. ഇവിടെ പിന്നെ 2-3 പള്ളികളുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് മെയിൻ പള്ളി വരുന്നത്. ഇത് ജോബിച്ചേട്ടൻ്റെ ഇളയ മോനാണത്. പിന്നെ നിത്യ എൻ്റെ കൂടെ, പിന്നെ നെക്സൺ കൊച്ചും, പിന്നെ ജോബിച്ചേട്ടൻ തന്നെ ഏറ്റവും മൂത്ത മോൻ. സബ്സ്ക്രൈബ് ചെയ്യാത്തതിനാണോ? തള്ളി വിടുന്ന. ഞങ്ങളങ്ങനെ കുമ്പസാരം എവിടെയാണെന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. കാരണം കുമ്പസാരമാണ് നമുക്ക് ആദ്യം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കുർബാന വരുന്നത് 1 മണിക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ അഡോറേഷൻ ഉണ്ട്. അപ്പോൾ കുമ്പസാരം എവിടെയാണെന്നുള്ളത് നമ്മുടെ അനുചേച്ചിയാണ് തപ്പിക്കൊണ്ട് കിടക്കുന്നത്. അനുചേച്ചി ഭയങ്കര സ്പീഡിൽ മുമ്പിൽ നടക്കുന്നത് പോയി തപ്പാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ മെല്ലെ ഈ പള്ളിയിൽ നമുക്ക് കയറാം, നമ്മൾ തിരിച്ചു വന്നിട്ട് കയറുക. അപ്പോൾ ഈ പള്ളിയുടെ വീഡിയോസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലുണ്ട്, നമ്മുടെ പഴയ സിംഗിൾ വീഡിയോയിലുണ്ട്. അപ്പം ഇത് ജോബിച്ചേട്ടൻ്റെ മൂത്ത മോള് മിച്ചു. ലൈവ് ഇല്ല റെക്കോർഡിങ്ങാണ്, റെക്കോർഡിങ്. ഇത് ഞങ്ങളുടെ കിച്ചപ്പൻ, കിച്ചു എന്ന് വിളിക്കും. നമ്മൾ ലാസ്റ്റ് ടൈം എക്സ്പ്ലോർ ചെയ്തത് നോക്ക് ചർച്ചാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ പോകുന്നത് നോക്കിൻ്റെ അടുത്തുള്ള തന്നെ മ്യൂസിയമാണ്. നോക്ക് മ്യൂസിയം എന്ന് പറയും. അപ്പം നമ്മുടെ പള്ളിയുടെ പറ്റിയുള്ള ചരിത്രവും കാര്യങ്ങളെല്ലാമാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. നല്ലൊരു അടിപൊളിയാണെന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പം ജോബിച്ചേട്ടൻ അതിന് മുമ്പ് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. നെക്സൺ ആദ്യമായിട്ടാണ്. പിന്നെ നമ്മുടെ വ്യൂവും കാര്യങ്ങളും എല്ലാം ഇവിടെ. അപ്പം ഇത് നമ്മുടെ ഫാമിലി മൊത്തം ഉണ്ട്. നമ്മുടെ കിച്ചപ്പനാണ് നമ്മൾ കുഞ്ഞാവിനും തന്നത്. നല്ല വ്യൂ ആട്ടോ, നല്ല വ്യൂവും നല്ല കാഴ്ചകളാണ്. നിങ്ങൾക്കിവിടെ വന്നാൽ ഇത് മാത്രമല്ല ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റും. ഇഷ്ടംപോലെ വ്യൂ ഉള്ള സ്ഥലമാണ്. എവിടെ നിന്നാലും നിങ്ങൾക്ക് ഫോട്ടോ ചെയ്യിക്കാണ്. അപ്പോൾ നല്ല ഫോട്ടോയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ നോക്ക് പള്ളിയുടെ കൂടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പം ഞങ്ങളെടുത്ത ഫോട്ടോസ് എല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ സെക്ഷൻസ് കംപ്ലീറ്റ് കാണാൻ പറ്റും. നോക്ക് മ്യൂസിയം നമുക്ക് ഐറിഷിലും കൂടെ എഴുതിയിട്ടുണ്ട്. ആൻഡ് കഫേലി ചെർലി എന്തോ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എനിക്കറിയില്ല. അത് ഐറിഷിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മാസ് ടൈമിങ്ങെല്ലാം എഴുതിയിട്ടുണ്ട്. വിൻ്റർ മാസ് ടൈമിങ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്കിത് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്താൽ മതി. നിങ്ങൾക്കൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ എൻട്രിയിൽ നമ്മൾ കണ്ട സംഭവങ്ങൾ. ഓരോരോ പുരാതന സാധനങ്ങളാണ്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല രീതിയിലുള്ള പുരാതന സാധനങ്ങൾ നമ്മുടെ പള്ളിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളുമാണ്. മീൻസ് ഈ പള്ളിയിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന പല ചുറ്റുപാടുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ശരിക്കും പറഞ്ഞാൽ നോക്ക് മ്യൂസിയം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ നോക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ കാണേണ്ട ഒരു ആദ്യത്തെ കാഴ്ചയാണ്. ശരിക്കും നോക്ക് മ്യൂസിയത്തിൽ കയറിയിട്ട് നിങ്ങൾ പള്ളിയിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പല കാര്യങ്ങളും നല്ല ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്ക് മ്യൂസിയമാണ് ശരിക്കും എന്താ പറയുക ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ നോക്ക് ചർച്ചിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് കാര്യങ്ങളും ഏകദേശം 140 വർഷം മുമ്പുള്ള ഹിസ്റ്ററീസാണ് നമുക്ക് ഈ നോക്ക് മ്യൂസിയത്തിലുള്ളത്. അപ്പോൾ അതിന് പലതും നമുക്ക് പള്ളികളിലും കാണാൻ പറ്റും. അതുപോലെ എസ്പെഷ്യലി നമുക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്കിത് കാണാൻ പറ്റും. ഇത് നോക്ക് മ്യൂസിയം ഭയങ്കര വലിയ സ്റ്റാൻഡേർഡിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇഷ്ടം പോലെ ആൾക്കാർ ഓരോ വർഷവും വന്ന് കാണുന്ന സ്ഥലമാണ് നോക്ക് മ്യൂസിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അയർലൻഡിലെ ഗവൺമെൻറ് ഭയങ്കര സേഫായിട്ടാണ് അതുപോലെ കരുതിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പല വ്യൂസും ഉണ്ട്. എസ്പെഷ്യലി നമുക്ക് ഈ നോക്ക് പള്ളിയുടെ കണ്ടോ ഈ ഒരു 3 ഡൈമെൻഷണൽ മോഡൽ ശരിക്കും അന്നത്തെ കാലത്ത് നോക്ക് പള്ളിയും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കും. കാരണം അന്ന് ഒരു പള്ളിയും വില്ലേജും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഏകദേശം 21 തീയതി ഓഗസ്റ്റ് 1879 ഇതിൻ്റെ ഒരു റീക്രിയേഷൻ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പലപ്പോഴും പലയിടത്തും നമുക്ക് ഈ നോക്ക് പള്ളിയെ പറ്റിയും അതുപോലെ നോക്ക് മ്യൂസിയത്തിനെ പറ്റിയുള്ള ഹൈലൈറ്റ്സ് കാണാൻ പറ്റും. ശരിക്കും ഇതൊരു മെമ്മറി ഓഫ് പിൽഗ്രിംസ് ആണ് ശരിക്കും പറയുന്നത്. 1879 1879 ഉണ്ടായിരുന്നവരുടെ മെമ്മറി ഓഫ്
പിൽഗ്രിംസിനെ ബേസ് ചെയ്താണ് ഈ ശരിക്കും നോക്ക് മ്യൂസിയം വരുന്നത്. നോക്ക് മ്യൂസിയത്തിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. ഒന്ന്, 7 ലാംഗ്വേജസിലുള്ള ഓഡിയോ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു കാര്യം കൂടെ ഇവിടെയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ഓഡിയോ ബൈബിൾ എന്ന് പറയുന്ന പോലെ, അല്ല ഓഡിയോ ഗൈഡ് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് സംഭവം നിങ്ങൾക്ക് കയ്യിലെടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്കിവിടെ ഒരു വിശ്വാസം, പിൽഗ്രിംസ്, അതുപോലെ ഡിവോഷൻ ഓഫ് അവർ ലോർഡ് ലേഡി, മാതാവിൻ്റെ ഭയങ്കര ഒരു അനുഭവം ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിയോ ഗൈഡ് നിങ്ങൾക്ക് 7 ഭാഷയിൽ കിട്ടും. അതൊന്ന് ഇംഗ്ലീഷ് ഉണ്ടാവും, ഐറിഷ് ഉണ്ടാവും, ഫ്രഞ്ച് ഉണ്ടാവും, ജർമ്മൻ ഉണ്ടാവും, ഇറ്റാലിയൻ ഉണ്ടാവും, സ്പാനിഷ് ഉണ്ടാവും, പിന്നെ പോളിഷാണ്. ഈ എല്ലാ ഭാഷകളിലും നിങ്ങൾക്ക് ഓഡിയോ ഗൈഡ് കിട്ടും. ഇത് ഇൻഡോറും കിട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഔട്ട്ഡോറിലും ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് പള്ളികളിൽ പോയി കാണുമ്പോഴും ഇത് നിങ്ങൾക്ക് കേൾക്കാനുള്ള അവൈലബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ നോക്ക് ഷൈൻ പള്ളിയുടെ ആനുവൽ പ്രസിദ്ധീകരണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ നോക്ക് ഷൈൻ്റെ സൊസൈറ്റിയാണ്. ശരിക്കും 1938 മുതൽ 2013 വരെ ഇവരുടെ എല്ലാ വർഷവും ആനുവൽ അവരുടെ റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഒരു 2015 ഒരു സ്പെഷ്യൽ എഡീഷനും കൂടെ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ സൊസൈറ്റിയുടെ ഫൗണ്ടേഷൻ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച്. നോക്ക് മ്യൂസിയം ശരിക്കും സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതലാണ്. അതുപോലെ തന്നെ വൈകുന്നേരം 6 മണി വരെയാണ് ശരിക്കും ടൈമിങ്സ് വരുന്നത്. സോ അതുകൂടാതെ സ്പെഷ്യലി ട്യൂസ്ഡേയ്സും സൺഡേയ്സും മാത്രം ഇത് 10 മണി മുതൽ 4 മണി വരെയുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്യൂസ്ഡേയും സൺഡേയ്സും വരുന്നവരാണ് നോക്കുക. പിന്നെ മൺഡേയ്സ് ക്ലോസ്ഡ് ആയിരിക്കും എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. ഇവിടെ പേപ്പറും പേനയും വെച്ചിട്ടുണ്ടാകും ഇതുപോലെ. അപ്പം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മെമ്മറീസ് എന്താണ്, നിങ്ങൾക്ക് നോക്ക് പള്ളി വന്നിട്ടുള്ള മെമ്മറീസ് എന്താണെന്ന് നിങ്ങൾക്ക് മ്യൂസിയത്തിൽ എഴുതിയിടാൻ പറ്റും. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോൺ പോൾ മാർപ്പാപ്പ നമ്മുടെ നോക്ക് പള്ളിയുടെ 100th ഇയേഴ്സ് ഓഫ് ആനിവേഴ്സറിയിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 4,50,000 പേരോളമാണ് ഈ പള്ളിയിൽ അന്ന് ഉണ്ടായിരുന്നത് ജോൺ പോൾ മാർപ്പാപ്പയുടെ കൂടെ. ഇവിടെയാണ് ശരിക്കും മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പം അന്ന് എന്താ സംഭവിച്ചത് എന്ന് പലർക്കും അറിയാനുണ്ടാവും. എസ്പെഷ്യലി നമുക്ക് എല്ലാവർക്കും ഇത് അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറയാം. ഇത് നടന്നത് 21 ഓഗസ്റ്റ് 1879 മാതാവും അതോടൊപ്പം തന്നെ സെൻറ്റ് ജോസഫും സെൻറ്റ് ജോണും ദ ഇവഞ്ചലിസ്റ്റും ഇവരും 2 വിശുദ്ധന്മാരും കൂടെ 15 ആൾക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് ഈ സ്ഥലത്താണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഓർക്കണം, അന്നുണ്ടായിരുന്ന ഗ്രാമനിവാസികളുടെ മുമ്പിലോട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അവരൊരു വലിയ പ്രകാശവും അതോടൊപ്പം സെൻറ്റ് ജോസഫും സെൻറ്റ് ജോണും മാതാവിനെയും കൂടെയാണ് ഇവർ കണ്ടത്. അവർക്കുള്ള സന്ദേശവും കാര്യങ്ങളും. അവർ കൂടെ ഒരു ലാമ്പും ഉണ്ടായിരുന്നു, ഒരു ആടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ക്രോസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രതീകങ്ങളാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഈ പള്ളിക്കകത്ത്. അപ്പം എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങൾ അയർലൻഡിലുള്ളവരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും മസ്റ്റ് വന്ന് കാണാൻ പറ്റുന്ന ഒരു കിട്ടുന്ന സ്ഥലമാണ്. നിങ്ങൾക്കൊരു നല്ല ഫീലും നല്ലൊരു ടൈമുമാണ്. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാം. നല്ല കുറേ കാര്യങ്ങളും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടൈമും സ്പെൻഡ് ചെയ്യാൻ പറ്റും. നോക്കിലെ വിശേഷമാണ്. അപ്പം നോക്കിൽ നമുക്കധികം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ല, കാരണം ഓൾറെഡി ടൈം ലേറ്റ് ആയിരുന്നു. പിന്നെ പള്ളിയിലെ മാസം കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ ഒരുപാട് ലേറ്റായി. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. ഇതൊരു ഫാമിലി ട്രിപ്പ് പോലെയായിരുന്നു ഞങ്ങൾക്കുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് നല്ല നല്ല കിടലും കുറേ പ്രോഗ്രാംസും പ്ലാനുകളും എല്ലാം ഉണ്ട്, ട്രാവലെല്ലാം ഉണ്ട്. അപ്പം വരെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നമ്മുടെ നോക്ക് പള്ളി വന്ന് നമ്മൾ എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ മാസ് അറ്റൻഡ് ചെയ്തു. കുറച്ച് അഡോറേഷനെല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഫാമിലി ആയിട്ടുള്ള ഗെറ്റ് ടുഗദർ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്, കുറേ ട്രാവൽ വീഡിയോസ് ഇനിയും വരും. അപ്പോൾ ഈ വർഷം നിങ്ങൾ കുറേ വീഡിയോസ് പ്രതീക്ഷിക്കാം. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണും വരെ, ദിസ് ഇസ് ജിംവി ജോയ് ആൻഡ് എൻ്റയർ ഫാമിലി സൈനിങ് ഓഫ്. ഗുഡ് ബൈ.